നമുക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ RSS ബന്ധമാണ്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററോടാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നത് അങ്ങ് വെളിപ്പെടുത്തിയോടുകൂടി ആളുകൾക്ക് വേറെ സംശയങ്ങളുടെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വർഗീയതയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടായിരുന്നത് എന്നുള്ളത് അതിൽ ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതോടുകൂടി വളരെ കൃത്യമായി. അദ്ദേഹം പറഞ്ഞു, BJP വോട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത് കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞത് മുഴുവൻ ഇടതുപക്ഷത്തിലാണ് പോയിട്ടുള്ളത് എന്ന് അദ്ദേഹവും പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നൊരു പ്രസ്ഥാനമായിട്ട് അവിടെ ഒരു മുന്നണിയൊന്നും നമ്മളുണ്ടാക്കിയിട്ടില്ല. പല പ്രസ്ഥാനങ്ങളും അവരുടെ പിന്തുണ ആർക്ക് എന്ന് അവർ തീരുമാനിച്ച് അവരാർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ. ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നിട്ട് ഏതെങ്കിലും വേദി പങ്കിട്ടിട്ടുണ്ടോ, അവരുമായിട്ട് ഏതെങ്കിലും ചർച്ചകളിൽ പോയിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പ്രസ്ഥാനങ്ങൾ അവരുടേതായുള്ള തീരുമാനങ്ങളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇവർ പറഞ്ഞല്ലോ, RSS അവർക്ക് പിന്തുണ കൊടുക്കുകയല്ല ചെയ്തിട്ടില്ല. RSSുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് തലേ ദിവസം ME ഗോവിന്ദ മാസ്റ്റർ പറയുകയാണ്. ഏതായാലും അതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ഈ ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലടക്കം അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ആലോചിക്കണം. മുഖ്യമന്ത്രി ഇപ്പം യഥാർത്ഥത്തിൽ ഒരു കാവൽ മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ജനപിന്തുണയുള്ള ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.